ഓക്കെ, സോ 15,000 റുപ്പീസിൻ്റെ താഴെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ദി ബെസ്റ്റ് സ്മാർട്ട് ഫോൺസിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ എപ്പോഴും എടുത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, 15,000 റുപ്പീസിൻ്റെ മേളിൽ നിങ്ങൾ 5G ഫോണേ വാങ്ങാവൂ. 15,000 റുപ്പീസിൻ്റെ മേളിൽ നിങ്ങൾ 4G ഫോൺ വാങ്ങരുത്. പക്ഷേ 15,000 റുപ്പീസിൻ്റെ താഴെ 4G ആൻഡ് 5G രണ്ടും കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 4G ആൻഡ് 5G ഫോൺസ് രണ്ട് ഫോൺസും ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. നിങ്ങളുടെ ബഡ്ജറ്റ് ലേശം കുറവാണ് എന്ന് വെച്ചാൽ 15,000 റുപ്പീസ് നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലുള്ളത് 12,000, 13,000, 12,000, 13,000 രൂപയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ആ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന ചില നല്ല 4G ഫോൺസ് ഞാൻ ഷെയർ ചെയ്യാം. നമ്പർ 1 ആണ് Realme 10 4G. 90 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G99 ചിപ്സെറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എൻട്രി ലെവൽ, മീഡിയം ലെവൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പക്ഷേ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് വരുന്നുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ 4GB 64GB പ്രൈസ് ആണ് 12,500 രൂപ. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ, അതായത് 13,000 താഴെ ഒരു റിയൽമി ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, 4G ഫോൺ മതിയെങ്കിൽ നോക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് Realme 10 4G. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് ഇനിയും കുറവാണെങ്കിൽ, അതായത് നിങ്ങളുടെ ബഡ്ജറ്റ് 12,000 റുപ്പീസ് ആണെങ്കിൽ ഈ പ്രൈസിൽ കിട്ടാവുന്ന ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ ആയിരിക്കും Poco M4 Pro 4G. ഈ ഫോൺ ഇറങ്ങിയപ്പോൾ 15,000 റുപ്പീസിന്റെ താഴെയാണ് ഇറങ്ങിയത്. ഇപ്പം 12,000 രൂപയുടെ താഴെ കിട്ടുന്നുണ്ട്. നല്ല ഫീച്ചേഴ്സ് ആണ്. 90 ഹെർട്സിന്റെ ആംബുലർ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. MediaTekന്റെ Helio G96 ചിപ്സെറ്റ്, 64 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അൾട്രാ വൈഡും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഓപ്ഷൻ ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. Poco M4 Pro 4Gയുടെ 6GB 64GB പ്രൈസ് ആണ് 11,999 രൂപ. സോ 6GB വേരിയന്റും കിട്ടുന്നുണ്ട്. പിന്നെ ചിപ്സെറ്റും ഓക്കെ ആണ്. ബിഗിനർ, മീഡിയം ലെവൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഷവോമിയുടെ ഫോൺ തന്നെ വേണം, പക്ഷേ പോക്കോ വേണ്ടെങ്കിൽ Redmi Note 12 4G നോക്കാം. 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ, Qualcomm Snapdragon 685 ചിപ്സെറ്റ്. സോ ഗെയിമിങ്ങിന് വേണ്ടി ഒന്നും നോക്കണ്ട, നോർമൽ കാഷ്വൽ യൂസിന് വേണ്ടി ഓക്കെ ആയിരിക്കും. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നില്ല. Poco M4 Pro 5Gയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ 6GB 64GB പ്രൈസ് ആണ് 13,999 രൂപ. സോ 2,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം Redmi Note 12 4G കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ഫോൺ ആയതുകൊണ്ടാണ്. നിങ്ങൾ ഫീച്ചേഴ്സ്, സ്പെസിഫിക്കേഷൻ മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ Poco M4 Pro 4G ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ. അവിടെ 90 ഹെർട്സിന്റെ സൂപ്പർ ആംബുലർ ഡിസ്പ്ലേ ആണ്, ഇവിടെ 120 ഹെർട്സ് കിട്ടുന്നുണ്ട്. ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇനി 15,000 റുപ്പീസിന്റെ താഴെ ദി ബെസ്റ്റ് ഫോൺ വേണമെങ്കിൽ ആ ഫോൺ ഒരു 5G ഫോൺ അല്ല, ഒരു 4G ഫോൺ ആണ്. അതാണ് Moto G72. ഓക്കെ, എല്ലാം വരുന്നുണ്ട് ഈ ഒരു ഫോണിൽ. 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് POLED 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G99 ചിപ്സെറ്റ്, 108 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, അൾട്രാ വൈഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഞാൻ പറഞ്ഞില്ല എല്ലാം വരുന്നുണ്ട്. 6GB 128GB പ്രൈസ് ആണ് 15,999 രൂപ. എന്നാൽ ഇപ്പം 1,000 റുപ്പീസിന്റെ ഡെബിറ്റ് കാർഡ് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓഫർ വരുന്നുണ്ട്. സോ ഫൈനൽ പ്രൈസ് ആയിരിക്കും 14,999 രൂപ. സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് കിട്ടും. എന്ന് വെച്ചാൽ ബ്ലോട്ട് വേസും ആഡ്സ് ഒന്നും ഉണ്ടാവില്ല. ആകെയുള്ള ഒരു ഇഷ്യൂ ആണ് ഈ ഫോൺ ഒരു 5G ഫോൺ അല്ല, ഓക്കെ, 4G ഫോൺ ആണ്. സോ നിങ്ങൾക്ക് 4G ഫോൺ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഫോണാണ് Moto G72. ഇനി നമുക്ക് 5G സെഗ്മെന്റിലേക്ക് പോകാം. ഫസ്റ്റ് ഫോണാണ് സാംസങ്ങിന്റെ ഫോണാണ്. സോ നിങ്ങളൊരു സാംസങ് ഫാൻ ആണ്, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോൺ മാത്രമേ നിങ്ങൾ വാങ്ങൂ, അങ്ങനെ ഉണ്ടെങ്കിൽ സാംസങ് ഗാലക്സി F14 ഉണ്ട്, അല്ലെങ്കിൽ A14 ഉണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോൺ ആയിരിക്കും സാംസങ് ഗാലക്സി F23 5G. 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. Snapdragon 750G ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 25 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ ചാർജർ വരുന്നില്ല. സിംഗിൾ ബോട്ടം സ്പീക്കർ ആണ് വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ 4GB 128GB പ്രൈസ് ആണ് 14,999 രൂപ. 6GB 128GB പ്രൈസ് ആണ് 15,999 രൂപ. പക്ഷേ സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഓഫേഴ്സ് ഒക്കെ എപ്പോഴും കാണും. സോ എല്ലാ ഡിസ്കൗണ്ടുകളും ഈടാക്കിയിട്ട് 6GB 128GB വേരിയന്റ് വാങ്ങാൻ നോക്കുക. കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് കിട്ടും. പിന്നെ ഈ ഫോണിന്റെ ബോക്സിൽ ചാർജർ ഒന്നും വരുന്നില്ല. സോ നിങ്ങളുടെ കയ്യിൽ ചാർജർ ഇല്ലെങ്കിൽ പുതിയ ചാർജർ വാങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ സാംസങ്ങിന്റെ F14 ഉണ്ട്, M14 ഉണ്ട്. പക്ഷേ ആ രണ്ടും വാങ്ങാതെ ഈ F23 വാങ്ങിയാൽ മതി. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോണിൽ NFC കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിൽ NFC കിട്ടൂല. ഇവിടെ NFC കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി സാംസങ് പേ ഫീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഫോൺ ഉപയോഗിച്ച് പേയ്മെൻറ്റ് സംഭവം, അതിവിടെ ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഈ ഫോണിൽ 4K റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ട്. എനിക്ക്
തോന്നുന്നില്ല F14 M14 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ 4K റെക്കോർഡിംഗിന്റെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും, സെൽഫി ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും. പക്ഷേ ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും, സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടും. സോ 13, 14 വരെ കിട്ടും. F14ലും M14ലും ഒരു എക്സ്ട്രാ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും, കാരണം അതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഓക്കെ ആണെങ്കിൽ ഞാൻ സാംസങ് ഗാലക്സി F23 5G എന്ന ഫോണാണ് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അണ്ടർ 15,000. മോട്ടറോള എന്ന ബ്രാൻഡിന്റെ 15,000 താഴെയുള്ള ദി ബെസ്റ്റ് 5G ഫോൺ വേണമെങ്കിൽ മോട്ടോ G62 നോക്കാം. 120 ഹെർട്സിന്റെ IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 20 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആസ്വദിക്കാൻ പറ്റും. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈ ഫോണിന്റെ 6GB 128GB പ്രൈസ് 15,500 രൂപ. സോ 15,000 റുപ്പീസിന്റെ ലേശം മേളിലാണ്. പക്ഷേ 500 റുപ്പീസിന്റെ ഓഫർ ഒക്കെ എന്നും ഉണ്ടാവും ഫ്ലിപ്കാർട്ടിലും. ഏതെങ്കിലും ബാങ്ക് ഓഫർ ഒക്കെ കാണും തീർച്ചയായിട്ടും. സോ അതൊക്കെ ഈടാക്കുക, എന്നിട്ട് 15,000 റുപ്പീസിന്റെ താഴെ വാങ്ങുക നിങ്ങൾക്ക് മോട്ടറോള എന്ന ബ്രാൻഡിന്റെ ഒരു 5G ഫോൺ വേണമെങ്കിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും 15,000 റുപ്പീസിന്റെ താഴെ 5Gയും AMOLED ഡിസ്പ്ലേയും ഒരുമിച്ച് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സോ ഒന്നെങ്കിൽ 4G പ്ലസ് AMOLED ഡിസ്പ്ലേ അല്ലെങ്കിൽ 5G പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ട് 15,000 റുപ്പീസിന്റെ താഴെ 5G ഫോൺ പ്ലസ് 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ വേണമെങ്കിൽ പോക്കോയുടെ പോക്കോ X5 5G എന്ന ഫോൺ നോക്കാം. 120 ഹെർട്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 5G ചിപ്സെറ്റ്, 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സിംഗിൾ ബോട്ടം സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഓക്കെ, ഈ ഫോണിന്റെ 6GB 128GB പ്രൈസ് ആണ് 15,999 രൂപ. പക്ഷേ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ 1000 രൂപയുടെ ഓഫ് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ 15,000 റുപ്പീസിന്റെ താഴെ കിട്ടും. 6GB 128GB കിട്ടുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് പോക്കോ എന്ന ബ്രാൻഡ് ഓക്കെ ആണെങ്കിൽ 15,000 താഴെ ഏറ്റവും മികച്ച വാല്യൂ ഫോർ മണി നോക്കുന്നുണ്ടെങ്കിൽ പോക്കോ X5 5G എന്ന ഈ ഒരു ഫോൺ നോക്കാം. മറ്റൊരു ഫോൺ കൂടി ഉണ്ട് ആക്ച്വലി, ഇൻഫിനിക്സിന്റെ ഇൻഫിനിക്സ് നോട്ട് 12 5G ഉണ്ട്. അതിലും AMOLED ഉണ്ട്, 5G കൊടുത്തിട്ടുണ്ട്. പക്ഷേ 60 ഹെർട്സിന്റെ AMOLED ആണ്. 60 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 810 ചിപ്സെറ്റ് ആണ്, നല്ലൊരു ചിപ്സെറ്റ് ആണ്. ഓക്കെ, മീഡിയാടെക് ഡയമൻസിറ്റി 810 ചിപ്സെറ്റ്, 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. സോ അൾട്രാവൈഡ് ക്യാമറ ഒന്നും കൊടുത്തിട്ടില്ല. 5000 mAh ബാറ്ററി, 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഈ ഫോണിന്റെ 6GB 64GB പ്രൈസ് ആണ് 13,999 രൂപ. സോ ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ AMOLED ഡിസ്പ്ലേ 60 ഹെർട്സേ ഉള്ളൂ. അവിടെ പോക്കോയുടെ ഫോണിൽ സിംഗിൾ ബോട്ടം സ്പീക്കർ ആണ്. പക്ഷേ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. സോ ഇതായിരുന്നു 15,000 താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസിന്റെ ലിസ്റ്റ്. ഞാൻ ഏതെങ്കിലും ഫോൺ ഉൾപ്പെടുത്താൻ മിസ്സായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.